പ്രേമുള്ളവരെ, ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തില് ബാബിലോണിനെ തോൽപ്പിച്ചുകൊണ്ട് ജെറമ്യ പ്രവാചകനിലൂടെ ഇസ്രായേലിനെ മോചിപ്പിക്കുമെന്ന് ദൈവം അരുൾ ചെയ്ത സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുള്ള ഒരു വചനഭാഗമുണ്ട് 50-ാം അധ്യായത്തില്. ഇടയന്മാർ വഴിതെറ്റിച്ച് മലമുകളിൽ ചിതറി നഷ്ടപ്പെട്ട ആടുകളാണ് എൻ്റെ ജനം. അവ മലകളും കുന്നുകളും താണ്ടി തങ്ങളുടെ ആല മറന്നുപോയി. അവരെ കണ്ടവർ വിഴിഞ്ഞു. ഇവരൊക്കെ നമ്മൾ ഉപദ്രവിക്കാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. എങ്ങനെ ഉണ്ടാകുന്നു? നമുക്ക് എങ്ങനെ വഴിതെറ്റിപ്പോയി? നമ്മളെ നയിക്കേണ്ടവർ തന്നെ നമ്മളെ തെറ്റായ വഴിയിലേക്ക് നയിച്ചു. ഇതിനെ നമുക്ക് നേതൃസ്ഥാനം, സഭയുടെ നേതൃസ്ഥാനം എന്ന് മാത്രമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളെ ലീഡർമാർ, ഇടയന്മാരെന്ന് പറയുമ്പോൾ പള്ളിയിലച്ചന്മാർ മാത്രമാണെന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടവരും നിങ്ങളെ സംരക്ഷിക്കേണ്ടവരും നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കേണ്ടവരും നിങ്ങൾക്കൊരു നല്ല കാര്യം ജീവിതത്തിൽ നടത്തേണ്ടവരും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹാനികരമായ കാര്യങ്ങൾക്ക് കാരണമാവുക. നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനും നിങ്ങളെ വഴിതെറ്റിക്കാനും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും നിങ്ങളുടെ അനുഗ്രഹങ്ങളെ തടയാനും നിങ്ങളുടെ പല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട കുറേ കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതിന് ഈ മനുഷ്യന്മാർ കാരണമാവുക. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്താണ് കർത്താവ് പറയുന്നത്? എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ മോചിപ്പിക്കുന്നത് തന്നെയാണ് കർത്താവ് പറയുന്നത്. അതായത് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏൽപ്പിച്ച കരങ്ങളിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ വഴിതെറ്റലുകൾ അനുഭവിക്കുന്നതെങ്കിലും കർത്താവ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. കർത്താവിന് അതിനുള്ള ശക്തിയുണ്ട്. അതായത് നിങ്ങളെ മോചിപ്പിക്കാൻ പോകുന്നത് ദൈവമാണ്. നിങ്ങളെ മോചിപ്പിക്കാൻ പോകുന്നതും നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നതും നിങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിപരമായ സ്ട്രഗിളുകളിൽ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോകുന്നതും ദൈവം നേരിട്ടാണ്. ദൈവം അങ്ങനെ പ്രവർത്തിക്കും. കാരണം ഒരു വ്യക്തിയെയും കണ്ടിട്ടല്ല ദൈവം നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഉള്ളിലെ ദൈവിക ചൈതന്യമാണ് ദൈവത്തിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഉള്ളിലൊരു ദൈവമുണ്ട്. ആ ദൈവത്തിനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ ദൈവത്തിലൂടെ നിങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾ നടത്താനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ മറ്റുള്ള മനുഷ്യന്മാരെ എന്തൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ശ്രമിച്ചാലും ദൈവത്തിന് നിങ്ങൾ അതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്ന് കർത്താവ് തെളിയിച്ചിട്ടുണ്ട്. അതിന് ഇനി ഇടയന്മാർക്ക് വഴി തെറ്റിയാലും, അതായത് നിങ്ങളെ ഒരു ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ പലരുടെയും ഉപദേശം തേടാനും കൗൺസിലിങ്ങിനും നിങ്ങൾ പല ധ്യാന കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകുമായിരിക്കും. ചിലപ്പോൾ ദൈവം നിങ്ങൾക്ക് ഉപദേശങ്ങളൊക്കെ തന്ന് നിങ്ങൾ നയിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നിട്ടും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിത യാത്രയിൽ നിങ്ങൾക്കൊരു പരിഹാരമാകുന്നില്ല എന്ന് തോന്നുന്ന സമയങ്ങളിൽ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയങ്ങളിൽ നിങ്ങളുടെ അപ്പനാണ് ദൈവം, അല്ലേ? ദൈവം കൈ കെട്ടി നോക്കിയിരിക്കില്ല. തൻ്റെ മകൾ വേദനിക്കുമ്പോൾ, മകൻ വേദനിക്കുമ്പോൾ വേദനിക്കുന്ന ഒരു അപ്പനാണ് എൻ്റെ അപ്പൻ. അപ്പം ഞാൻ വേദനിക്കുമ്പോൾ എൻ്റെ അപ്പം കൈ കെട്ടി നോക്കിയിരിക്കില്ല. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും. എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി, അതായത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മാനസികമായി ടോർച്ചർ ചെയ്യപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ അവരുടെ മാനസിക നില തന്നെ ഒരു സ്റ്റേബിൾ ആയിരിക്കില്ല. അതായത് അവർക്ക് ഡിസിഷൻസ് എടുക്കാനോ സ്വന്തം വർത്ത് മനസ്സിലാക്കാനോ ഒന്നും സാധിക്കില്ല. ചില മനുഷ്യന്മാർ നമ്മളെ മെൻ്റലി ടോർച്ചർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ വില മനസ്സിലാവില്ല, നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും, നമ്മുടെ ജോലി നമ്മൾ ഉപേക്ഷിക്കും. നമ്മുടെ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷെ ആ വിദ്യാഭ്യാസം ഉള്ളതിൻ്റെ ആ ഒരു ബോധ്യം നമുക്കില്ല. നമുക്ക് ഇത്ര എഡ്യൂക്കേഷൻ ഇല്ല ഒന്നില്ലെങ്കിൽ ആ ബോധ്യം നമുക്കുണ്ടാവില്ല. കാരണം നമ്മൾ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് മെൻ്റലി നമ്മളെ അബ്യൂസ് ചെയ്യാൻ ആളുകൾക്ക് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ മെൻ്റലി ടോർച്ചർ ചെയ്യാൻ പറ്റും. പല തരത്തിൽ മനുഷ്യന്മാർ മെൻ്റലി ഒത്തിരി കാര്യങ്ങൾ നമ്മളെ ടോർച്ചർ ചെയ്താലും എന്തൊക്കെ നിങ്ങളെ ചെയ്താലും, ഇനി അതല്ലാതെ മാനസികമല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ കൊണ്ടുവരിക, നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുക, നിങ്ങളെ തടഞ്ഞു നിർത്തുക, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് മോശമായിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക, വട്ടവർ എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ബാബിലോൺ എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് തകർക്കാൻ പറ്റുന്ന ഒരു ഇതായിരുന്നില്ല. ഇസ്രായേൽ ജനത്തെ കൊണ്ട് മാത്രം തകർത്ത് മുന്നോട്ട് പുറത്ത് കയറ്റാൻ വരുന്ന ഒരാളായിരുന്നില്ല ബാബിലോൺ എന്ന് പറയുന്നത്. ബാബിലോണിനെ തകർക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെ ഉണ്ടാവണം. ചില മനുഷ്യന്മാർ ഈ ബാബിലോൺ പോലെയാണ്, ചില സംവിധാനങ്ങൾ ഈ ബാബിലോൺ പോലെയാണ്, ചില വ്യവസ്ഥിതികൾ ഈ ബാബിലോൺ പോലെയാണ്. നമ്മളെ കൊണ്ട് തകർക്കാൻ പറ്റൂല. പക്ഷെ ദൈവത്തിൻ്റെ കാര്യത്തിന് അത് തകർക്കാനായിട്ട് സാധിക്കും. ഈശോയിൽ പ്രിയമുള്ളവരെ, ഞാൻ യേശുക്രിസ്തുവിനെ സ്നേഹിക്കാൻ കാരണം അവൻ കരുണ പറഞ്ഞതുകൊണ്ടാണ്. നിയമം പറയുന്ന ഒരു കർത്താവല്ല, കരുണ പറയുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ ബൈബിളിലൂടെ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ സഹനങ്ങളിൽ അവൻ എന്താണ് നേരിടുന്നതെന്ന് മനസ്സിലാക്കി അവനെ സഹായിക്കാൻ തയ്യാറാകുന്ന ഒരു ദൈവത്തെയാണ് യേശു എന്ന നാമത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതല്ലാതെ യേശുവിൻ്റെ നാമം പറയുന്ന ചിലർ പോലും നമ്മളെ ഉപദേശിക്കുന്നത് പോലെയും നമ്മൾ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയും നമ്മളെ കൊണ്ട് പറ്റാത്ത കുറേ കാര്യങ്ങൾ എടുത്ത് നമ്മുടെ ചുമലിൽ വെച്ച് നമ്മുടെ ആത്മാവും നശിക്കുന്നു, നമ്മളും നശിക്കുന്നു, നമ്മളും തകരുന്നു, നമ്മളൊരു വിഷാദ രോഗിയാകുന്നു, നമ്മളൊരു മാനസിക രോഗിയാകുന്നു, നമ്മുടെ ജീവിതം മുഴുവനും നമ്മൾ സാക്രിഫൈസിലും സഹനത്തിലും ഇങ്ങനെ തള്ളി നീക്കിയിട്ട്, സഹനം എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്, ഒരുപാട് നന്മകളുള്ളൊരു കാര്യമാണ്. പക്ഷെ അതെന്നെയും വിശദീകരിക്കണം, എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണം. എന്തെങ്കിലും ഒരു രക്ഷ അവിടെ നടക്കണം. സഹനം സഹിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടണം. ഒന്നെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടണം, ഇല്ലെങ്കിൽ എൻ്റെ
പാർട്ട്ണർ രക്ഷപ്പെടണം, അല്ലെങ്കിൽ കുടുംബം രക്ഷപ്പെടണം, എന്തെങ്കിലും ഒരാൾ സഹിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു നന്മ അവിടെ സംഭവിക്കുന്നില്ല എങ്കിൽ ആ സഹനം ദൈവത്തിൽ നിന്നുമല്ല, അത് മനുഷ്യൻ്റെ തിന്മ കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിത മേഖലകളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വേദനയിലൂടെ വിഷമത്തിലും കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ സഹായം തേടി പോകുന്ന മനുഷ്യന്മാരൊക്കെ ചിലപ്പോൾ നിങ്ങളോട് ഒരു പരിഹാരം പറയാതെ അതിനെല്ലാം അക്സെപ്റ്റ് ചെയ്യാനും ഇതാണ് വിധി, ഇതാണ് ജീവിതം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ദൈവം നിങ്ങളെ മോചിപ്പിക്കും. എനിക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ ഒരുപാട് തവണ പലരുടെയും അടുത്ത് ഉപദേശത്തിന് വേണ്ടി പോയിട്ടുണ്ട്. എല്ലാവരും എന്നോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നും, എൻ്റെ ദൈവമേ, ഞാൻ എന്താണ് അനുഭവിക്കുന്നതെന്ന് നിനക്ക് അറിഞ്ഞിട്ടും ഇതൊക്കെയാണ് നീ എന്നോട് പറയുന്നതെങ്കിൽ നീ എന്തുമാത്രം കഠിനഹൃദയനാണ്. അപ്പം എൻ്റെ പക്ഷത്തല്ല നീ നിൽക്കുന്നത്, എന്നെ നീ അബാൻഡൺ ചെയ്തു പോയി, എന്നെ നീ ഉപേക്ഷിച്ച് കളഞ്ഞ പോലത്തെ ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്യണത്. അതായത് നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം എന്താണ് പറയുക എന്ന് നീ മനസ്സിലാക്കാൻ ശ്രമിക്കണം, ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ദൈവം നിൻ്റെ അപ്പനാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പോൾ ചില കുരിശുകൾ നിങ്ങളുടെ ഭാരം, അത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ആന്തരികമായ മുറിവുകൾ നിങ്ങളെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഒരാളെന്നോട് പറഞ്ഞു, ഇപ്പം ഈ ഒരു പ്രശ്നം എന്നോട് ഏറ്റെടുക്കാനാണ് ദൈവം ഇങ്ങനെ പറയുന്നതെങ്കിൽ ഒന്നെങ്കിലും ഒരു വിഷാദ രോഗിയായിട്ട് ഞാൻ ജീവിച്ചു മരിക്കും, ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ആത്മഹത്യ ചെയ്യും, അങ്ങനത്തെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഞാൻ സ്വയം നശിക്കും. ഇങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനോട് ദൈവം ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അതിൽ നിന്നൊക്കെ മോചിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോഴും അവനെ അടിമത്തത്തിൽ തുടരാൻ അനുവദിക്കുകയല്ല ചെയ്യുക. തിന്മയുടെ അടിമത്തമുണ്ട്. തിന്മയുടെ അടിമത്തം നമ്മൾ ചെയ്ത തിന്മ കൊണ്ടുണ്ടാവുന്ന അടിമത്തമുണ്ട്. മറ്റൊന്ന് മറ്റുള്ളവരുടെ തിന്മ മൂലം നമ്മൾ അടിമത്തം അനുഭവിക്കേണ്ടി വരുന്ന സിറ്റുവേഷനുണ്ട്. ഇപ്പോൾ ഒരാൾ നിങ്ങളെ പുറത്തു പോലും വിടാൻ അനുവദിക്കാതെ നിങ്ങളുടെ വീടിനകത്ത് തന്നെ നിങ്ങൾ അടച്ചിരുത്താമെന്ന് വിചാരിക്കാം. അപ്പോൾ അത് അയാളുടെ തിന്മയാണ്, അയാളുടെ തെറ്റാണ്. പക്ഷെ ദൈവം നിങ്ങളെ അവിടെ നിന്ന് മോചിപ്പിക്കും. അപ്പോൾ എപ്പോഴും എല്ലാത്തിനെയും വിധിയെന്നും ഇതിങ്ങനെയാണെന്നും ഇത് മാറ്റമില്ല എന്നും ഒക്കെ വിചാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് ഒന്ന് ചോദിക്കണം, ദൈവമേ, എൻ്റെ അവസ്ഥ ഇതാണല്ലോ, ഞാൻ സഹിക്കാനും കുരിശെടുക്കാനും ഒക്കെ തയ്യാറാണ്, ഞാനിതൊക്കെ ചെയ്തിട്ടും ഇവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. നിങ്ങൾക്ക് ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിക്കണം. നിങ്ങളുടെ ജോലി മേഖലയിൽ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പം എന്നേക്കാൾ ശക്തരാണ് അവർ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കണം. സമൂഹത്തിൻ്റെ പല വ്യവസ്ഥിതികൾ നിങ്ങൾക്ക് എതിരാകുമ്പോൾ നിങ്ങൾ ചോദിക്കണം, ദൈവമേ, എന്നേക്കാൾ വലിയവരാണ് അപ്പം ഞാൻ എന്ത് ചെയ്യണം ചോദിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ദൈവത്തേക്കാൾ വലിയവൻ ഇവിടെ ആരുമില്ല. എൻ്റെ സൃഷ്ടാവാണ് പ്രപഞ്ചത്തിൻ്റെ നാഥൻ. പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവനേക്കാളും വലിയവരല്ല പ്രപഞ്ചത്തിലെ സൃഷ്ടികളായ മനുഷ്യർ. സോ മനുഷ്യനേക്കാൾ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നവനാണ് പ്രപഞ്ചത്തിൻ്റെ നാഥനായ എൻ്റെ ദൈവം. അപ്പോൾ എൻ്റെ ദൈവത്തിന് മുമ്പിൽ എൻ്റെ ഹൃദയം ഞാൻ പരിശോധിക്കാൻ വിട്ടുകൊടുക്കണം. കർത്താവേ, നീ എൻ്റെ ഹൃദയം പരിശോധിക്കുക, ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്തോ ചെയ്തില്ലയോ അതെല്ലാം നീ പരിശോധിക്കുക. ഇനി എൻ്റെ തെറ്റുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും വന്നതെങ്കിലും കണ്ണുനീരൊഴുക്കി കർത്താവെ തെറ്റിപ്പോയേ എന്ന് നിലവിളിച്ച് പശ്ചാത്താപിച്ച് അവൻ്റെ പാദത്തിൽ വീണാൽ അവൻ തീർച്ചയായിട്ടും നമ്മളോട് ക്ഷമിക്കും. അവിടെ മുതൽ ദൈവം നമ്മുടെ ജീവിതത്തെ വീണ്ടും പുതുക്കി പണിയും. കാരണം ദൈവത്തിന് നമ്മളെ എങ്ങനെയും രക്ഷിക്കണം. ഒരു പാപം ചെയ്തു എന്നതുകൊണ്ട്, ഒരു തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് എന്നാൽ പിന്നെ നീ അങ്ങോട്ട് നശിച്ചോട്ടെ എന്ന് കരുതുന്ന ഒരു അപ്പനല്ല സ്വർഗത്തിലെ അപ്പൻ. ഏറ്റവും കൂടുതൽ പിശാച് നിങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ മറച്ചു പിടിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, കാരണം ഞാനിങ്ങനെ ആളുകൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും ഏറ്റെടുക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒത്തിരി സാക്രിഫൈസുകളെ കുറിച്ചോ, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒരു ദുഃഖിക്കുന്ന ഒരു ജീവിതം അതൊന്നും അല്ല ജീവിതമെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുമ്പോഴോ അവനവനെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ ഒക്കെ ദൈവം എന്നെ ഉപേക്ഷിച്ച് കളയുമോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റാത്ത ചില കാര്യങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവം എന്നെ ഉപേക്ഷിച്ച് കളയോ, എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയതുകൊണ്ട്, എനിക്ക് തെറ്റ് പറ്റിയതുകൊണ്ട് ദൈവം എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു, എനിക്ക് ദൈവം ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല, ദൈവം എന്നെ എപ്പോഴും ദൈവം നമ്മളെ ഇപ്പോൾ ഉപേക്ഷിച്ച് നമ്മളെ തോന്നിപ്പിക്കുന്നത് പിശാചാണ് കേട്ടോ. ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെയും ഉപേക്ഷിക്കത്തില്ല. ദൈവത്തിന് വിഷമമുണ്ടാവും നിങ്ങൾ പാപം ചെയ്യുമ്പോൾ, പക്ഷെ ഒരിക്കലും ദൈവം നമ്മളെ ഉപേക്ഷിക്കത്തില്ല, ഉപേക്ഷിക്കാൻ പാടില്ല. ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല അത്. കാരണം അത് അമ്മയാണ്. അമ്മയെ പോലുള്ള സ്നേഹമാണ് ഈശോയുടെ, അപ്പനെ പോലുള്ള സ്നേഹമാണ് ഈശോയുടെ, താതനാണ് ഈശോ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കത്തില്ല. നിങ്ങൾക്ക് തെറ്റുപറ്റിയത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സ്ട്രഗിളുകളെങ്കിൽ അതിന് പാപം മോചനത്തിന് വേണ്ടി യാചിക്കുക, കരയുക, പശ്ചാത്താപിക്കുക, പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യുക, ദൈവം നിങ്ങളെ മോചിപ്പിക്കും. ഇനി അതല്ല മറ്റുള്ള മനുഷ്യന്മാരിലൂടെ വന്ന തിന്മയാണെങ്കിൽ, അതിലൂടെ വന്ന അടിമത്തമാണ് എങ്കിൽ നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ മോചിപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഭക്തിയിലേക്ക് വന്നതുകൊണ്ട്, ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് വന്നതുകൊണ്ട് എപ്പോഴും യാചിക്കുന്ന ഒരു ജനമായിട്ട് ഒരു രാജാവ് നിങ്ങളെ നിർത്തുക എന്നാണ് തോന്നുന്നത്. ഒരു രാജാവിനെ കുറിച്ച് വെച്ചാൽ, ഒരു രാജാവിൻ്റെ രാജ്യത്തിലെ ജനം എന്ന് പറയുന്നത് എപ്പോഴും ശക്തരാകാൻ പാടില്ലാത്ത രീതിയിലല്ല ഒരു നല്ല ലീഡർ നിങ്ങളെ നയിക്കുക. അതായത് നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതം നയിക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്കാണ്. അതങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു രാജ്യമാണെന്ന് കരുതുക,
അല്ലെങ്കിൽ ഒരു രാഷ്ട്രമാണെന്ന് കരുതുക. അവിടുത്തെ യഥാർത്ഥത്തിൽ ഒരു നല്ല നേതാവ് എന്താണ് ചെയ്യേണ്ടത്? ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതം ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അവൻ്റെ സാമ്പത്തികമായ മുന്നോട്ടത്തിൽ എത്തിക്കണം. അതിനവന് വിദ്യാഭ്യാസം നൽകണം. അവരെ പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എൻ്റെ ദൈവം എത്രയോ നീതിമാനാണ്. അപ്പോൾ ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി തൻ്റെ ജീവിതത്തിനെ ഏറ്റെടുക്കാൻ പറ്റുന്ന തരത്തിൽ അവൻ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ എപ്പോഴും യാചനാരൂപത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ, ഒരു യാചകന്റെ അവസ്ഥയിൽ നമ്മളെ നിർത്തുകയല്ല ദൈവം നമ്മളെ ചെയ്യുക. ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും, ദൈവം നമ്മളെ വളർത്തും, ദൈവം നമ്മളെ മുന്നോട്ട് കൊണ്ടുവരും. സാമ്പത്തികമായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണത്തിന്റെ മൂല്യം മനസ്സിലാക്കി തന്ന് നിങ്ങളെ ധനികനാക്കാൻ കർത്താവിന് സാധിക്കും. നിങ്ങളുടെ രോഗാവസ്ഥയിൽ മാറ്റം കൊണ്ടുവരാൻ കർത്താവിന് സാധിക്കും. നിങ്ങൾ എപ്പോഴും തളർന്നിരുന്ന്, പലപ്പോഴും ദൈവം തരുന്ന സഹനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സഹനത്തിനെയൊക്കെ ദൈവം തരുന്നതാണെന്നും പറഞ്ഞിരുന്നിട്ട് കുറേ ദൈവം തരുന്ന ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ദൈവം അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ തയ്യാറായാലും, ഇപ്പൊ 40 വർഷത്തെ രോഗാവസ്ഥയിൽ ബെത്സദ കൊളക്കരയിൽ കിടന്ന ആള് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ കർത്താവ് തയ്യാറായി നിൽക്കുമ്പോഴും പഴയ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വെള്ളം നിറക്കാൻ എനിക്ക് ആളില്ല, അപ്പൊ എനിക്ക് ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ട്. അതല്ല ചോദിക്കുന്നത്. എനിക്ക് ഇപ്പൊ ഇതിലൊരു മാറ്റം വേണോ? ഇപ്പൊ ദൈവത്തിന് അത് സാധിക്കും. അതെത്ര പഴക്കമുള്ള കെട്ടുകളാണെങ്കിലും കർത്താവിന് അത് പൊട്ടിക്കാൻ സാധിക്കും. നമ്മൾ അടിമകളല്ല, പുത്രന്മാരാണ്. ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. ആ ഒരു ബോധ്യം നിങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഇടയന്മാരടക്കം നിങ്ങളുടെ ബോധ മനസ്സിനെ ബ്ലൈൻഡ് ആക്കും. അത് നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ ഇടയന്മാർ മാത്രമല്ല ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ. ആടുകളുടെയും ഉടയവൻ ദൈവം തന്നെയാണ്. നമ്മൾ ഓരോരുത്തരുടെയും അപ്പനാണ് ദൈവം. നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായി നമുക്ക് ദൈവത്തിൽ അവകാശമുണ്ട്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് ഈശോയിൽ പ്രിയമുള്ളവരെ, അടിമകളായിട്ട് ജീവിക്കാനല്ല, ദുരിതത്തിന് മാത്രം ജീവിക്കാനല്ല, ദുഃഖത്തിൽ മാത്രവും യാചിക്കാൻ വേണ്ടി മാത്രവും ഒന്നില്ലാത്തവനായി മാത്രം ജീവിക്കാനല്ല. ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ സന്നദ്ധനാണ്. ദൈവം നിങ്ങളെ ഉയർത്താനും ശക്തിപ്പെടുത്താനും സന്നദ്ധനാണ്. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെ തല ഉയർത്തി നിർത്താൻ കർത്താവ് നിങ്ങളെ പഠിപ്പിക്കും. അതിലേക്കെല്ലാം ദൈവം നിങ്ങളെ വിട്ടുകൊടുക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കാൻ കർത്താവിന് വിട്ടുകൊടുക്കണം. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, വ്യക്തിപരമായ ഉത്തരവാദിത്തമുണ്ട്. എൻ്റെ ഹൃദയം പരിശോധിക്കും പാപ്പ. ഞാൻ അറിഞ്ഞുകൊണ്ട് ആരും ദ്രോഹിച്ചിട്ടില്ല, ഞാൻ ഇന്ന പാപം ചെയ്തത് കൊണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. മറ്റുള്ളവർക്കും ഞാനൊരു ഉപദ്രവകാരിയല്ല. ഇനി സപ്പോസ് എൻ്റെ വീഴ്ച കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഞാൻ പറയുന്നു, പശ്ചാത്താപിച്ചുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരിക. ധൂർത്തപുത്ര ബൊമ്മയിലെ പോലെ നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഒരു കാലത്തും നിങ്ങൾ ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത് ദൈവം ഇനി നിങ്ങളെ ഇടപെടില്ല, ദൈവം ഇനി നിങ്ങളെ ഇതാക്കില്ല. നിങ്ങൾ ആ പാപത്തിന്റെ അടിമത്തത്തെ, നിങ്ങളെ കുറ്റബോധത്തിന്റെ കെട്ടുകൾ കൊണ്ട് കെട്ടിയിട്ട് നിങ്ങളെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സംവിധാനങ്ങളെ നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ കുറ്റബോധം ഉണ്ടാക്കുക. അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ അപ്പോൾ നിങ്ങൾ അനുഭവിച്ചു, ഇന്ന് ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഇങ്ങനെ അനുഭവിച്ചു, പാരമ്പര്യത്തിന്റെ ശാപമാണ് അതിങ്ങനെ അനുഭവിച്ചു. ഇതിനെല്ലാം പരിഹാരം ചെയ്തതാണ് ക്രിസ്തു. കുരിശിലെല്ലാത്തിനും പരിഹാരം ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾ ശക്തി ആർജിക്കണം, നിങ്ങൾ ചിരിക്കണം, നിങ്ങൾ സന്തോഷിക്കണം. നിങ്ങളെ ദൈവം ശക്തിപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ പോവുകയാണ്. മനുഷ്യരല്ല തീരുമാനിക്കേണ്ടത് നിങ്ങൾ ശരിയായ വഴിയിലാണോ തെറ്റായ വഴിയിലാണെന്നോ. ഓരോരോ മനുഷ്യനും ഓരോ ശരിയാ. അപ്പോൾ അവർ ഉപദേശിക്കുന്നത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾക്ക് ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കുകയും എൻ്റെ അപ്പൻ്റെ ശരി എന്താ, നിങ്ങൾക്ക് വചനമായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടായിരിക്കുകയും ദൈവമായിട്ടൊക്കെ വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടായിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ മനസ്സിലൊരു ശരി തെറ്റുകളുണ്ട്. നിങ്ങളുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടൊന്നും ചെയ്യാതിരിക്കുക. ഒരു പരമാവധി നന്നായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. മനുഷ്യരായതുകൊണ്ട് പോരായ്മ ഉണ്ടാവും. എങ്കിലും നിങ്ങളുടെ അപ്പൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മക്കളാണെന്നാണ്. നിങ്ങൾ വൃത്യര് പോലും അല്ല, മക്കളാണെന്നാണ്. ആ ഒരു അവകാശത്തിലേക്ക് കടന്നു വരാനും അങ്ങനെ ദൈവത്തിന്റെ നാമത്തിൽ ശക്തി ആർജിച്ചുകൊണ്ട് തല ഉയർത്തി സമൂഹത്തിൽ ജീവിക്കാനും നമുക്ക് പറ്റണം. എനിക്ക് വേണ്ടി സ്വർഗസ്ഥനായ അപ്പൻ ഒരിടം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എനിക്കുള്ളതാണ്. അത് ഞാൻ മറ്റുള്ളവർക്ക് തട്ടിത്തെറിപ്പിക്കാൻ പറ്റുന്നതല്ല. മറ്റുള്ളവരുമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കി മേടിക്കേണ്ടതല്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ഞാൻ പവർഫുള്ളാണ്, ഞാൻ ശക്തനാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് എൻ്റെതായ ഒരു സ്പേസ് കൂടി ഉണ്ട് അല്ലേ. മനുഷ്യന്മാരല്ല പല കാര്യങ്ങളും നിശ്ചയിക്കേണ്ടത്. സോ ഒരിക്കലും അവനവനെ വില കുറച്ച് കാണാതിരിക്കുക. നിങ്ങളുടെ ദൈവം ശക്തനാണ്. ഏത് ബാബിലോണിനെയും തകർത്ത് നിങ്ങളെ മോചിപ്പിക്കാൻ അവിടത്തേക്ക് പറ്റും. അതിൽ വിശ്വസിക്കുക. ദൈവം നിങ്ങളെ മോചിപ്പിക്കാനായിട്ട് കടന്നു വരുമ്പം കുഴപ്പമില്ല, ഞാൻ ഈ അടിമത്തത്തിൽ തന്നെ കിടന്നോളാം, ഇതെൻ്റെ വിധിയാണെന്ന് പറയരുത്. ദൈവം മോചിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ മോചനത്തിന് നിങ്ങൾ തയ്യാറാകണം. കെട്ടും പൂട്ടിയൊക്കെ എടുത്ത് അവിടെ റെഡി ആയിട്ടിരുന്നോണം. അപ്പം വരുമ്പം ഇറങ്ങി എങ്ങും പോന്നേക്കണം. ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദൈവനാമത്തെ നിങ്ങൾ കരുത്താർജിക്കുക. ഒരുപാട് വചനം എനിക്ക് കിട്ടാനുണ്ട് ഇത് റിലേറ്റ് ചെയ്ത്. ദൈവം ഇങ്ങനെ പറയും, നീ ചുറ്റും നോക്കി, നിന്നെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല. നിന്റെ ക്രോധം തന്നെ, നിന്റെ കരങ്ങൾ തന്നെ നിന്നെ ശക്തിപ്പെടുത്തി. നീ നിന്നെ തന്നെ ശക്തിപ്പെടുത്തുക. മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് ഇതാ നിങ്ങളെ മോചിപ്പിക്കാനായിട്ട് കടന്നു വരുന്നുണ്ട്. അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കുമ്പോൾ സന്തോഷത്തോടു കൂടെ കർത്താവിൻ്റെ കൂടെ തിരിച്ചു വരിക. പുറകിലോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുക. ബൈബിൾ പറയുന്ന പോലെ ലോത്തിന്റെ ഭാര്യ ചെയ്തതുപോലെ ദൈവമാണ് നിങ്ങളെ ഒരു സ്ഥലത്തു നിന്ന് മോചിപ്പിക്കുന്നെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കരുത്. ഉപ്പുകല്ലായി പോകാൻ പാടില്ല. ദൈവം
നിങ്ങളെ മോചിപ്പിക്കും. മോചനമുണ്ട്, മോചനം ഇല്ലെന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളുടെ വേദനകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനമുണ്ട്. അത് അവിടുന്ന് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ദൈവനാമത്തിൽ നിങ്ങൾക്ക് ആ മോചനം നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.